ഇതാണ് ബാബാജി. ഞാൻ നോക്കിയപ്പോൾ സുന്ദരൻ, അതിസുന്ദരൻ. ആ, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അത് പിന്നെ തമ്പുരാന്റെ ലുക്ക് നമ്മുടെ കുടുംബത്തിന് ശാപോ? എന്നെ പോലെ ഒരാളിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആർക്കും. ഭയങ്കരமான ആള്. വെറും ഭയങ്കരനല്ല, ഭയഭയങ്കരമായ ആള്. പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അത് ഇദ്ദേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതങ്ങനെ കഴിവുള്ള പലരുടെയും കഴിവുകൾ മറ്റുള്ളവർ കാണുന്നില്ലല്ലോ. ഇങ്ങനെ സ്വീകരിക്കാൻ എന്നെ പറ്റില്ല, കഴിയില്ല. അപ്പോൾ ഈ വീരപുരുഷനെ പൊന്നു എന്റെ ശാപ്പമുക്ക് ഭഗവതി, ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ നിർത്തുന്നു. ഒത്തിരി ഇഷ്ടായിട്ടോ. ഇതൊക്കെയല്ലേ ജീവിതം എന്ന് പറയണത്. ജനിക്കണമെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. സൗന്ദര്യവും കാശും. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. അദ്ദേഹം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. എന്തുദ്ദേശിച്ചാണാവോ എഴുന്നള്ളത്? മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട്. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പത്തൊന്നും കാണിക്കരുത്, നാട്ടിക്കരുത്. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. അതെപ്പോ അതൊക്കെ ഉണ്ട്. ആണോ? എന്നാ കണ്ടിന്യൂ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു.